വീണ്ടും ഒരിക്കൽ കൂടി കഥകളുടെ ലോകത്തേക്ക് സ്വാഗതം. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മറന്നു പോവാത്ത ഒരു കഥയുണ്ട്. ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും കഥ. ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു നോക്കാം. വിശ്വാമിത്ര മഹർഷിയുടെയും അപ്സരസായ മേനകയുടെയും മകൾ ശകുന്തള. ജനിച്ചപ്പോഴേ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച ഈ കുഞ്ഞിനെ ശകുന്തങ്ങൾ അഥവാ പക്ഷികൾ സംരക്ഷിക്കുന്നു. യാദൃശ്ചികമായി കണ്ണു മഹർഷി ഈ കുഞ്ഞിനെ കണ്ടെത്തുകയും ശകുന്തങ്ങൾ സംരക്ഷിച്ചതുകൊണ്ട് തന്നെ ശകുന്തള എന്ന പേര് നൽകുകയും ചെയ്യുന്നു. ശകുന്തള അങ്ങനെ അങ്കലാവണ്യത്താൽ അനുഗ്രഹീതയായി വളർന്നു വലുതായിരിക്കുന്നു. ഒരിക്കൽ ഹസ്തിനപുര രാജാവായ ദുഷ്യന്തൻ വനത്തിൽ നായാട്ടിനെത്തുന്നതിനിടെ കണ്ണു മഹർഷിയുടെ ആശ്രമം സന്ദർശിക്കാൻ ഇടവരികയും അവിടെ വച്ച് സുന്ദരിയായ ശകുന്തളയുടെ അങ്കലാവണ്യത്തിൽ മയങ്ങി ധർമ്മനീതി പ്രകാരം രാജകീയ രീതിയിൽ അവളെ ഗാന്ധർവ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. കണ്ണു മഹർഷിയുടെ അസാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത്. തനിക്കുണ്ടാകുന്ന പുത്രൻ കിരീടാവകാശിയായിരിക്കണമെന്ന് ശകുന്തള ദുഷ്യന്തനോട് ആവശ്യപ്പെടുന്നു. കുറച്ചു ദിവസങ്ങൾ ദുഷ്യന്തൻ കണ്ണാശ്രമത്തിൽ കഴിച്ചുകൂട്ടുന്നു. പിന്നീട് കൊട്ടാരത്തിലെന്തോ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അനുചരന്മാർ വന്ന് ദുഷ്യന്ത രാജാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. യാത്ര പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം ശകുന്തളയ്ക്ക് പ്രേമോപഹാരമായി ഒരു മുദ്രമോതിരം നൽകുന്നു. ഒരു ദിവസം വിരഹാർത്തയായ ശകുന്തള തൻ്റെ പ്രിയതമൻ്റെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് മുനി ദുർവാസാവ് വരുന്നത്. ഭർത്താവിനെ ഓർത്ത് പരിസരം മറന്നിരിക്കുന്ന ശകുന്തള മുനി വന്നതറിഞ്ഞില്ല. തന്നെ കണ്ടിട്ടും കാണാതെ നടിച്ചതാണെന്ന് കരുതി മുനി കോപാവിഷ്ടനായി. നീ ആരെ ഓർക്കുന്നുവോ അയാൾ നിന്നെ മറന്നുപോകും എന്ന് മുനി ശകുന്തളയെ ശപിക്കുന്നു. ഈ ശാപവാക്കുകൾ കേട്ട ശകുന്തളയുടെ തോഴിമാർ മുനിയുടെ കാൽക്കൽ വീണ് ശാപമോക്ഷത്തിനായി യാചിക്കുന്നു. അങ്ങനെ ഒരടയാളചിഹ്നം കാണിച്ചാൽ നഷ്ടമായ ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് ശാപമോക്ഷം കൊടുക്കുന്നു. ദുഷ്യന്തൻ പോയതിനു ശേഷം കണ്ണു മഹർഷി ആശ്രമത്തിൽ തിരിച്ചെത്തുകയും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ശകുന്തളയ്ക്ക് യോഗ്യനായ ഒരു പുത്രൻ ജനിക്കുമെന്നും അവൻ ആഴിചൂടുന്ന ഈ ഭൂമിയെ ഭരിക്കുമെന്നും അനുഗ്രഹിക്കുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടും ദുഷ്യന്തൻ തിരിച്ചു വന്നില്ല. ഇതിനിടെ ശകുന്തളയ്ക്ക് ഗർഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. അവളെ കണ്ണു മഹർഷി ആശ്രമനിവാസിയെയും മുനികുമാരനെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് അയക്കുന്നു. മുദ്രമോതിരം പ്രത്യേകം സൂക്ഷിക്കണമെന്ന് തോഴി ശകുന്തളയോട് പറയുന്നു. യാത്രാമധ്യേ സോമാവതാര തീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്യുന്നതിനിടെ ശകുന്തളയുടെ വിരലിൽ നിന്നും മോതിരം വെള്ളത്തിൽ വീണ് നഷ്ടമാവുന്നു. അങ്ങനെ അവർ കൊട്ടാരത്തിലെത്തുകയും കൊട്ടാരത്തിലെത്തി അവരെ ആരും ശ്രദ്ധിച്ചതുപോലുമില്ല. ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മയുമില്ല. ശകുന്തളയുടെ വിലാപം കേട്ട് മനസ്സലിഞ്ഞെത്തിയ മേനക അവളെ കശ്യപാശ്രമത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ വച്ച് അവൾ ഒരാൺകുഞ്ഞിന് ജന്മം നൽകുകയും കശ്യപൻ ആ ശിശുവിന് സർവധമനൻ എന്ന് പേരിടുകയും ചെയ്തു. സോമാവതാര തീർത്ഥത്തിൽ വീണുപോയ ശകുന്തളയുടെ മുദ്രമോതിരം ഒരു മത്സ്യം വിഴുങ്ങുകയും ആ മത്സ്യം മുക്കുവന്മാരുടെ വലയിൽ അകപ്പെടുകയും ചെയ്യുന്നു. മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടിയ മുദ്രമോതിരം വിൽക്കാനായി നടക്കുന്നതിനിടെ രാജഭൃത്യന്മാർ മുക്കുവന്മാരെ പിടികൂടുകയും കൊട്ടാരത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. മുദ്രമോതിരം കണ്ടതോടെ ദുഷ്യന്തൻ്റെ ഉള്ളിൽ ഭൂതകാലം തെളിയുകയും ശകുന്തളയുമായുള്ള ഓർമ്മകൾ കടന്നുവരികയും ചെയ്യുന്നു. അന്നു മുതൽ അദ്ദേഹം പശ്ചാത്താപത്താൽ ദുഃഖിതനായി ശകുന്തളയെയും പുത്രനെയും അന്വേഷിച്ച് നടന്നു. ഇതിനിടെ ശകുന്തളയുടെ പുത്രൻ വീരശൂരനായി വളർന്നു വന്നു. ദേവാസുര യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ദുഷ്യന്തൻ കശ്യപാശ്രമത്തിൽ പ്രവേശിക്കുകയും അവിടെ വച്ച് സിംഹക്കുട്ടിയെ ബലമായി പിടിച്ച് പല്ലുകൾ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്ന സർവധമനനെ കാണുകയും ചെയ്യുന്നു. അസാമാന്യ കഴിവുള്ള കുട്ടി ആരെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനിടെ തൻ്റെ മകനാണതെന്ന് ദുഷ്യന്തൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ശകുന്തളയെ കണ്ടുമുട്ടുകയും കശ്യപൻ്റെ അനുഗ്രഹം വാങ്ങി ശകുന്തളയെയും പുത്രനെയും കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ശകുന്തളയ്ക്ക് കൊടുത്ത വാക്കുപ്രകാരം സർവധമനനെ രാജാവാക്കി വാഴിക്കുകയും ചെയ്തു. ഈ കുട്ടിയാണ് പിന്നീട് ഭാരത ചക്രവർത്തിയായി തീർന്ന ഭരതൻ.